നിത്യമാം പ്രകാശമേ നയിക്കുകെന്നെ നീ ചുറ്റിലുമിരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാരപൂർണമായ രാത്രിയാണു പോൽ എൻ ഗൃഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. ഏറെ ദൂരെയുള്ള നല്ല കാഴ്ച കാണുവാനല്ല എൻ്റെ അർത്ഥനകൾ നിൻവരത്തിനാ. നിത്യമാം പ്രകാശമേ നയിക്കുകെന്നെ നീ ചുറ്റിലുമിരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാരപൂർണമായ രാത്രിയാണു പോൽ എൻ ഗൃഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. ഏറെ ദൂരെയുള്ള നല്ല കാഴ്ച കാണുവാനല്ല എൻ്റെ അർത്ഥനകൾ നിൻവരത്തിനായി. എൻ്റെ പാദമൊന്നു നീ നയിക്കിലെത്രയും, എൻ്റെ മാർഗദീപമേ എനിക്കു തൃപ്തിയായി. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. ഞാൻ കടന്നു പോന്ന കാലമോർക്കുമെങ്കിലോ ഞാൻ മതി എനിക്കു തന്നെ എന്ന ചിന്തയാൽ എൻ്റെ മാർഗം എൻ്റെ ഇഷ്ടമെന്ന പോലെയായി നിന്റെ രക്ഷണീയ പാത തേടിടാതെ ഞാൻ. നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക, നീ നയിക്കുക സാദരം വിഭോ, നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക. ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന്, അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്നും. എൻ്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനായി കാത്തിരിക്കും ആശയാൽ നീ ശാന്തി ഭൂമിയിൽ.
ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മന്നിതിൽ നിന്നും. ദിവ്യനാഥൻ വിധി ചൊല്ലാൻ വരുന്ന നേരം കാഹളത്തിൻ വിളി കേട്ടു ഞാനുണർന്നിടും. ദിവ്യനാഥൻ വിധി ചൊല്ലാൻ വരുന്ന നേരം സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. തെല്ലുമേശിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുക
ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മന്നിലെന്നു നിങ്ങളെന്നുമേ സ്മരിക്കണേ. ശക്തിയോ പ്രതാപമോ വിദ്യയോ സമൃദ്ധിയോ നൽകയില്ലതെല്ലുമേ ശാന്തി അന്ത്യവേളയിൽ. കോപമോഹമൊക്കെ നീക്കി പോകുക. ദാനമേകി ധന്യജീവിതം സദാ നയിക്കുവിൻ. തമ്പുരാന്റെ മുൻപിൽ ഞാൻ ഇമ്പമാർന്നു നിങ്ങളെ ഓർത്തിടാം സദാ. നിങ്ങളെന്നെയും സ്മരിക്കണേ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ. എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. യഹോവേ യഹോവേ എൻ നിലവിളി കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. ഹൃദയം നുറുങ്ങി ഞാൻ ആഴത്തിൽ നിന്നും പരനെ വിളിച്ചിടുന്നു. എൻ നിലവിളി കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. ആപത്തിൽ നീ എനിക്കഭയമല്ലോ. ശത്രുവിനെതിരായ കോട്ടയും നീ. ആപത്തിൽ നീ എനിക്കഭയമല്ലോ. ശത്രുവിനെതിരായ കോട്ടയും നീ. സംരക്ഷയേകുന്ന പാറയും നീ. ആശ്വാസമരുളുന്ന പൂന്തന്നലും. യഹോവേ യഹോവേ എൻ നിലവിളി കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. ഹൃദയം നുറുങ്ങി ഞാൻ ആഴത്തിൽ നിന്നും പരനെ വിളിച്ചിടുന്നു. എൻ നിലവിളി കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. വസിച്ചിടും ഞാനങ്ങേ മന്ദിരത്തിൽ. സുരക്ഷ
സുരക്ഷിതമായി തവ സന്നിധി വസിച്ചിടും ഞാനങ്ങേ മന്ദിരത്തിൽ സുരക്ഷിതമായി തവ സന്നിധി കാരുണ്യ സമ്പൂർണനങ്ങു മാത്രം പ്രത്യാശയരുളുന്ന പൊന്തീപമേ യഹോവേ യഹോവേ എൻ നിലവിളി കേൾക്കണമേ എന്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ ഹൃദയം നുറുങ്ങി ഞാൻ ആഴത്തിൽ നിന്നും പരനെ വിളിച്ചിടുന്നു എൻ നിലവിളി കേൾക്കണമേ എന്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ കണ്ണീരിൻ തൈലവും ഞാൻ കൈയിലേന്തി നിൽക്കും നിൻ മുന്നിൽ കണ്ണീരിൻ തൈലവും ഞാൻ കൈയിലേന്തി നിൽക്കും നിൻ മുന്നിൽ ആത്മാവിൻ ആശകൾ കാലത്തിൽ ഏന്തി ആത്മാവിൻ ആശകൾ കാലത്തിൽ ഏന്തി ആലയ വാതുക്കൽ വരുന്നു കണ്ണീരിൻ തൈലവും ഞാൻ കൈയിലേന്തി നിൽക്കും നിൻ മുന്നിൽ അന്യഭവനങ്ങൾ പിന്നിട്ട് നിന്നാലയ പടി തേടുന്നു അന്യഭവനങ്ങൾ പിന്നിട്ട് നിന്നാലയ പടി തേടുന്നു സ്നേഹത്തിൻ മോഹന ഗാനം പാടും സ്നേഹത്തിൻ മോഹന ഗാനം പാടും ദൈവമേ നിൻ അങ്കണം അഭികാമ്യം ദൈവമേ നിൻ അങ്കണം അഭികാമ്യം കണ്ണീരിൻ തൈലവും ഞാൻ കൈയിലേന്തി നിൽക്കും നിൻ മുന്നിൽ പാപക്കറ നീക്കി എന്നിൽ കരുണാമയൻ നീ വാണരുളണമേ പാപക്കറ നീക്കി എന്നിൽ കരുണാമയൻ നീ വാണരുളണമേ ശാന്തി തൻ പൂമഴ എന്നും ചൊരിയും ശാന്തി തൻ പൂമഴ
ദൈവമേ നിൻ അങ്കണം അഭികാമ്യം. ദൈവമേ നിൻ അങ്കണം അഭികാമ്യം. കണ്ണീരിൻ തൈലവും ഞാൻ കൈയിലേന്തി നിൽക്കും നിൻ മുന്നിൽ. ആത്മാവിൻ ആശകൾ കാലത്തിൽ ഏന്തി ആലയ വാതുക്കൽ വരുന്നു. കണ്ണീരിൻ തൈലവും ഞാൻ കൈയിലേന്തി നിൽക്കും നിൻ മുന്നിൽ. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? ഭാരം പ്രയാസം ഏറിടുമ്പോൾ നിന്റെ പൊന്മുഖം തേടി സഹായം നേടുമേ ഞാൻ പൊന്നുനാഥനേ. തേടി സഹായം നേടുമേ ഞാൻ പൊന്നുനാഥനേ. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? ശാശ്വതമാം എൻ പാർപ്പിടമോ അല്ലി ഭൂമിയിൽ? ഭൂതലെ ഞാനൊരു അന്യനല്ലോ യാത്ര ചെയ്യുകിൽ. ഭൂതലെ ഞാനൊരു അന്യനല്ലോ യാത്ര ചെയ്യുകിൽ. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ?
നല്ല ദിനം എന്നു കാണുമോ? കരം നീട്ടി താങ്ങേണമേ യേശുനായക, നിൻ തിരുമാർവിൽ ചായുവോളം ഈ നിന്ദാസനെ, നിൻ തിരുമാർവിൽ ചായുവോളം ഈ നിന്ദാസനെ. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. എന്മേലെന്നുടെ ശത്രുക്കൾ വിജയം കൊണ്ടെന്നവകാശം ഉച്ചരവത്തിലുയർത്താനായി അല്പവുമങ്ങിടയാക്കരുതേ, അല്പവുമങ്ങിടയാക്കരുതേ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. പരമസ്നേഹരൂപനേ കരുണ തൻ കടലേ, അരികിലരികിൽ ചേർന്നു ഞാൻ തവ പദം പുൽകാം, തവ പദം പുൽകാം. പരമസ്നേഹരൂപനേ കരുണ തൻ കടലേ, അരികിലരികിൽ ചേർന്നു ഞാൻ തവ പദം പുൽകാം, തവ പദം പുൽകാം. പാരിലെന്നെ ഉയർത്തിടും കുരിശതെന്നാലും, പാരിലെന്നെ ഉയർത്തിടും കുരിശതെന്നാലും,
പൊളിവിൽ മായവേ ഇരുൾ പരക്കുമ്പോൾ പഥികനാം ഞാൻ ശിലയതിൽ മരുവിടുമ്പോഴും എനിക്കിനാവിലങ്ങു തൻ അരികിലണയും ഞാൻ. എനിക്കിനാവിലങ്ങു തൻ അരികിലണയും ഞാൻ. അരികിലണയും ഞാൻ. പരമസ്നേഹരൂപനേ കരുണതൻ കടലേ അരികിലരികിൽ ചേർന്നു ഞാൻ തവ പദം പുൽകാം. തവ പദം പുൽകാം. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ
ഇല്ലതിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗ്ഗകവാടം തുറക്കൂ, നാദാകാരുണ്യമായി കൂടെ നോക്കൂ. നിന്നിൻ വിളി കേട്ടുണർന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. നന്ദി ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയേ, സർവം പൊറുക്കേണേ നാഥാ. നിന്റെ കാരുണ്യം അളവനവതല്ലോ. മുട്ടോവാതെ തുറക്കും എന്ന് നേരാളും ചെയ്യനാഥാ. നിന്റെ സന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസൻ. സ്വർഗ്ഗകവാടം തുറക്കൂ, നാദാകാരുണ്യമായി കൂടെ നോക്കൂ. നിൻ വിളി കേട്ടല്ലോ നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോട് കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾക്ക് ഇന്ന് അപേക്ഷിക്കുന്നു. അങ്ങേ ലോകത്തിൽ വിളിക്കുവാൻ തിരുവുള്ളമായ അങ്ങേ ദാസൻ തോമസിന്റെ ആത്മാവിന് ശാന്തിയും പ്രകാശവും നിറഞ്ഞ സ്വർഗരാജ്യത്തെ സ്വീകരിച്ച് അങ്ങേ വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർക്കുവാൻ കൃപയുണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, കീഴുന്നവർക്ക് ആശ്വാസം നൽകുന്ന അങ്ങ് അനന്തമായ സ്നേഹവായ്പോടെ ഞങ്ങളെ പരിരക്ഷിക്കുകയും മരണത്തിന്റെ ഇരുളിനെ ജീവന്റെ പുലരിയായി മാറ്റുകയും ചെയ്യുന്നുവല്ലോ. ദുഃഖാർത്ഥരായി വിലപിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം സംഹരിക്കുകയും തിരുവുത്ഥാനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണീരെല്ലാം ഒപ്പിയെടുക്കുന്ന സ്വർഗരാജ്യത്ത് ഞങ്ങളുടെ സഹോദരരോട് ഒന്നു ചേരുന്നതിന് അർഹരാകത്തക്ക വിധം ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. പ്രിയ സഹോദര, ജ്ഞാനസ്നാനത്തിൽ നിന്ന് എണീച്ച വെള്ള വസ്ത്രം ക്രിസ്തുവിന്റെ വസ്ത്രമായി അണിഞ്ഞുവെന്നെ ബാഹ്യടയാളമായിരുന്നു. മഹിമേറിയ പദവി മല്ലപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച് നിത്യസൗഭാഗ്യത്തിന് അർഹനാകുന്നു എന്നതിന്റെ അടയാളമായിരിക്കട്ടെ ഈ വെള്ള വസ്ത്രം. പ്രിയ സഹോദര,
ജ്ഞാനസ്നാനത്തിലൂടെ നീ ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ഉയർക്കുകയും ചെയ്തു. ജീവിതകാലം മുഴുവനും ഈ പെസഹ രഹസ്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് നീ ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്തിന്റെ പിതാവിന്റെ പക്കലേക്ക് കടന്നു പോകുകയായിരുന്നു. ഇപ്പോൾ ഈ കടന്നുപോകൽ അഥവാ പെസഹ രഹസ്യം നിന്നിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്നതിന്റെ അടയാളമായിരിക്കട്ടെ മരണത്തിന്റെയും ഉയർപ്പിന്റെയും ചിഹ്നമായ ഈ കുരിശുരൂപം. പ്രിയ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, നിങ്ങളുടെ സ്നേഹത്തിന്റെയും പിടിച്ചലിന്റെയും പ്രതീകമായി പുഷ്പങ്ങൾ മൃതദേഹത്തിൽ ചാർത്തുക. നിങ്ങളോടൊപ്പം സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധരും സ്വർഗീയ പുഷ്പങ്ങൾ കൊണ്ട് ഈ സഹോദരനെ അലങ്കരിക്കുമാറാകട്ടെ. ആമേൻ. ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ, നാം വെറും കൈയോടെ യാത്രയാകും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ, നാം വെറും കൈയോടെ യാത്രയാകും. മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ ഭൂവിൽ നിരുപമ സൗഭാഗ്യം. മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ ഭൂവിൽ നിരുപമ സൗഭാഗ്യം. മനുഷ്യൻ മനുഷ്യനെ ചെന്നായായി കാണുമ്പോൾ പാരിൽ മർത്യനു നരകം. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ, നാം വെറും കൈയോടെ യാത്രയാകും. വചനം ഭൂമിയിൽ മനുഷ്യനായി തീർന്നപ്പോൾ മണ്ണിൽ സ്നേഹമാം പൂവിടർന്നു. വചനം ഭൂമിയിൽ മനുഷ്യനായി തീർന്നപ്പോൾ മണ്ണിൽ സ്നേഹമാം പൂവിടർന്നു. മോചനം തേടി നാം ഭൂമിയിൽ നീങ്ങുകിൽ പാരിൽ പാലൊളി വിരിയും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ, നാം വെറും കൈയോടെ യാത്രയാകും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ,
നാം വെറും കൈയോടെ യാത്രയാ. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ, നാം വെറും കൈയോടെ യാത്രയാകും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ, നാം വെറും കൈയോടെ യാത്രയാകും. മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ ഭൂവിൽ നിരുപമ സൗഭാഗ്യം. മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ ഭൂവിൽ നിരുപമ സൗഭാഗ്യം. മനുഷ്യൻ മനുഷ്യനെ ചെന്നായായി കാണുമ്പോൾ പാരിൽ മർത്യനു നരകം. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ. നീർപ്പോള പോലെ ഈ ജന്മമല്ലോ, നാം വെറും കൈയോടെ യാത്രയാകും. വചനം ഭൂമിയിൽ മനുഷ്യനായി തീർന്നപ്പോൾ മണ്ണിൽ സ്നേഹമാം പൂവിടർന്നു. വചനം ഭൂമിയിൽ മനുഷ്യനായി തീർന്നപ്പോൾ മണ്ണിൽ സ്നേഹമാം പൂവിടർന്നു. മോചനം തേടി നാം ഭൂമിയിൽ നീങ്ങുകിൽ പാരിൽ. ശാന്തിയരുളുക നാഥ, നിത്യശാന്തി അരുളുക നീ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ. ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ. ശവസംസ്കാര തിരുക്രമങ്ങളിൽ പങ്കെടുക്കുവാൻ നാം ഓരോരുത്തരും ഈ വിശുദ്ധമായ അൽത്താരയ്ക്ക് ചുറ്റുമായിരിക്കുമ്പോൾ ഈ പിതാവിനിലൂടെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. എൻ്റെ കുഞ്ഞുമക്കൾക്കും ഒക്കെ വേദനയുള്ളൊരു അനുഭവമാണ് മരണം. എന്നാൽ നമ്മുടെ വിശ്വാസം നാം പഠിപ്പിക്കുക, നാം തീർത്ഥാടന സഭയിലെ അംഗങ്ങളാണ്. കുറച്ചുനാൾ മാത്രം ഇവിടെ നമ്മുടെ സഹോദരി സഹോദരന്മാരുമായിട്ട്, നമ്മുടെ ബന്ധുമിത്രാദികളുമായിട്ട്, ഉറ്റവരുമായിട്ട്, ഉടയവരുമായിട്ട് ജീവിച്ചതിന് ശേഷം ദൈവസന്നിധിയിലേക്ക് പോകുവാനുള്ളവരാണ്. ഒരു യാത്രയിലാണ് നാം ഓരോരുത്തരും. ഇന്ന് കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകമായ അനുശോചനം അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്നൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ലോക ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റുകളൊക്കെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ സർവശക്തനായ ദൈവം അതെല്ലാം ക്ഷമിച്ച് ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ ദിവ്യബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താൽ, വാക്കാൽ, പ്രവൃത്തിയാൽ, ഉപേക്ഷയാൽ
ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ പിതാവായ ദൈവമേ, അങ്ങേ പുത്രൻ മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്തു എന്ന വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ പുത്രനിൽ നിദ്ര പ്രാപിച്ച അങ്ങേ പ്രിയദാസൻ തോമസ് ഈ ദിവ്യരഹസ്യത്താൽ അവിടുന്ന് വഴി ഉദ്ധാനം ചെയ്ത് ആനന്ദിക്കാൻ കരുണാപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നതും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊഴുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരുടെ കൂടെ ആയിരിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാകുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്ന ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ചെയ്യുന്നു, പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. കഥനം നിറയും കരളോടെ കണ്ണീർ തുളുമ്പും മിഴിയോടെ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളും സ്നേഹിച്ചൊരാത്മാവിനായി ഞങ്ങൾ പ്രാർത്ഥിപ്പൂ. ഈ ബലിവസ്തുക്കൾ സ്വീകരിക്കൂ. കഥനം നിറയും കരളോടെ കണ്ണീർ തുളുമ്പും മിഴിയോടെ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളും സ്നേഹിച്ചൊരാത്മാവിനായി ഞങ്ങൾ പ്രാർത്ഥിപ്പൂ. ഈ ബലിവസ്തുക്കൾ സ്വീകരിക്കൂ. സഹോദരരെ, സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. തോമസിന്റെ രക്ഷയ്ക്കായി അങ്ങ് കാരുണ്യം യാചിച്ചുകൊണ്ട് അങ്ങേക്ക് യാചിച്ചുവേല ഞങ്ങൾ വിനയപൂർവ്വം അർപ്പിക്കുന്നു. അങ്ങേ പുത്രൻ സ്നേഹാർദ്ദനായ രക്ഷകനാണെന്ന് സംശയമേറ്റ് പറഞ്ഞ ഈ സഹോദരൻ കാരുണ്യവാനായ ഒരു കർത്താവായി അവിടുത്തെ രക്ഷയ്ക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് ഞങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനന്യമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ഞങ്ങളെല്ലാവരും മരിക്കാതിരിക്കാൻ ഒരാൾ തന്നെ മരണം കൈവരിച്ചു. ഞങ്ങളെല്ലാവരും അങ്ങേക്ക് വേണ്ടി നിത്യമായി ജീവിക്കാൻ ഒരാൾ തന്നെ മരിക്കാൻ തിരുമനസ്സായി. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയവൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അഭിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ
പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളായി നിറഞ്ഞു മഹിയും പിണ്ടലവും ഹോസാന 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 കർത്താവിൻ തിരുനാമത്തിൽ പരമേറ്റം ധന്യനുമാ ഹോസാന 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 ഹോസാന. സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായ പരിശുദ്ധമാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമേ. അവിടുന്ന് ചുറ്റുകൊടുക്കപ്പെട്ട സോമനസാരകീടങ്ങൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങിയതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. അങ്ങേ കുരിശുമരണം ഉയർത്തും വഴി ഞങ്ങളെ വീണ്ടെടുത്ത യോഗരക്ഷക, ഞങ്ങളെ രക്ഷിക്കണമേ. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിനായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. സഭയെ ഓർക്കണം. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോട്, ഞങ്ങളുടെ രോഗാധ്യക്ഷനായ പ്രധാനോട്, വൈദികഗണത്തോടൊത്ത് സഭയെ സ്നേഹത്തിന്റെയും പൂർണ്ണതയിൽ എത്തിക്കണം. ഈ ലോകത്തിലുള്ള കിടപ്പകിലേക്ക് വിദ്വാനത്തിലുള്ളമായ
ക്രിസ്തോസിനെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശമായി അവിടുത്തോടുമായി തീരുന്നയാളെ അവിടുത്തെ ഉദ്ധാനത്തിലും പങ്കാളിയാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ പാപികളുടെ ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനം പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിലുൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. എല്ലാ തിന്മകളും മോചിപ്പിക്കണമേ. ഞങ്ങൾ ജനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം പ്രകടമാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ആയിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കട്ടെ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ
ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. പോകുന്നേ ഞാനിൻ ഗൃഹം തേടി ദൈവത്തോടുങ്ങിടാം. എത്തുന്നേ ഞാനൻ നാഥന്റെ ചാരെ പിറ്റേന്നോർത്ത് ഉണർന്നിടാം. കരയുന്ന നിങ്ങളെന്തിനായി ഞാൻ സ്വന്തദേശത്ത് പോകുമ്പോൾ കഴിയുന്ന യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാൻ ചെന്നിതാ. പോകുന്നേ ഞാനിന്നെൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരെ പിറ്റേന്നോർത്തുണർന്നിടാം. വസ്ത്രമോരടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നോരം കൂടും സ്വർഗമാ വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നപോ ആദിവ്യാധികളന്യമായി കർത്താവേ ജന്മധന്യമായി പോകുന്നേ ഞാൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരെ പിറ്റേന്നോർത്തുണർന്നിടാം. സ്വർഗരാജ്യത്ത് ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു തോറുമ്പോൾ നൊന്തുനേറിയോ ഞാൻ കർത്താവേ ഇല്ലത്തിലുമേ. എത്തി സന്നിധേ ഞാനിന്നെൻ ഗൃഹം തേടി ദൈവത്തോട്. സഹോദരൻ
ക്രിസ്ത്യമുറപ്രകാരം മൃതശരീരം സംസ്കരിക്കുന്ന നമുക്ക് സർവ്വജീവജാലങ്ങളുടെ ദാനമായ ദൈവത്തോട് ഭക്തിപൂർവം പ്രാർത്ഥിക്കാം. സംസ്കരിക്കുന്ന ഈ സഹോദരൻ നശ്വരമായ ശരം സർവശക്തനായ ദൈവം അനശ്വര മഹിമയുടെ ഏർപ്പിച്ച വിശുദ്ധയുടെ സമൂഹത്തിൽ ചേർത്തുള്ളട്ടെ. അവിടുന്ന് ഇയാളെ വിധിക്കുമ്പോൾ കരുണ കാണിച്ച പാപങ്ങൾക്ക് പ്രതിയും ശിക്ഷയിൽ നിന്ന് മോചനവും നൽകട്ടെ. നല്ല ഇടയനായ ക്രിസ്തുനാഥൻ ഇയാളെ പ്രതിഭവനത്തിലേക്ക് നയിച്ച സ്നേഹിതയായ പിതാവുമായി രഞ്ജിപ്പിക്കട്ടെ. അങ്ങനെ സുഖരാജ്യത്ത് ക്രിസ്തുനാഥന്റെ സന്നിധിയിൽ എല്ലാ വിശുദ്ധരോടുമൊത്ത് നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഇയാൾക്ക് കൈവരുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. വരുവിൻ ധന്യവിശുദ്ധന്മാരെ രക്ഷണമിയാൾക്കു നൽകാൻ. വരുവിൻ വാനവവൃന്ദമിയാളെ എതിരേൽക്കാനതിമോദം. വഹിക്കുവിൻ കരതാരിലിയാളുടെ ആത്മാവിനെ നിങ്ങൾ. പരമോന്നതന കർത്താവിൻ തിരു സന്നിധി ചേർത്തിടുവിൻ. വഹിക്കുവിൻ കരതാരിലിയാളുടെ ആത്മാവിനെ നിങ്ങൾ. പരമോന്നതന കർത്താവിൻ തിരു സന്നിധി ചേർത്തിടുവിൻ. സന്നിധി ചേർത്തിടുവിൻ. വരുവിൻ ധന്യവിശുദ്ധന്മാരെ രക്ഷണമിയാൾക്കു നൽകാൻ. വരുവിൻ ധന്യവിശുദ്ധന്മാരെ രക്ഷണമിയാൾക്കു നൽകാൻ. വരുവിൻ വാനവവൃന്ദമിയാളെ എതിരേൽക്കാനതിമോദം. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ തിരുക്കരങ്ങളിൽ ഈ സഹോദരനെ ആത്മാവിനെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിൽ മരണമടഞ്ഞവരെയും പോലെയാണ് അവസാന ദിവസം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി പ്രത്യാശിക്കുന്നു. അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തിന്റെയും ക്രിസ്തുവിൽ ഞങ്ങൾക്ക് വിശുദ്ധമായുള്ള സംസർഗത്തിന്റെയും അടയാളമായി ഈ ദാസൻ അങ്ങ് എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ ദാസൻ സുഖമാനം തുറന്നു കൊടുക്കണമേ. ഈ ലോകത്ത് ജീവിക്കുന്നവരായി ഞങ്ങൾ വിശ്വാസവചസ്സുകളിൽ പരസ്പരം ആശ്വാസം കണ്ടെത്തുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ ഒരിക്കലും സത്യപ്രതീക്ഷയെന്ന് വീണ്ടും ഈ സഹോദരനെ കാണുവാനും ക്രിസ്തുവിൻ നിര്യാതനം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. പറുദീസ തന്നിലേക്കാനയിച്ചിടുവാൻ ആഗതരാകട്ടെ മാലാഖമാർ. പറുദീസ തന്നിലേക്കാനയിച്ചിടുവാൻ ആഗതരാകട്ടെ മാലാഖമാർ. സാദരം സ്വാഗതമോതുവാനായി തവ വേദസാക്ഷികളണഞ്ഞിടട്ടെ. സാദരം സ്വാഗതമോതുവാനായി തവ വേദസാക്ഷികളണഞ്ഞിടട്ടെ. നയിക്കട്ടെ നവ്യനഗരത്തിൽ നിത്യമായിടും യെരൂശലേമിൽ നിന്നെ
നയിക്കട്ടെ നവ്യനഗരത്തിൽ നിത്യമായിടും യെരൂശലേമിൽ. വാനവഗായക വൃന്ദം നിനക്കായി സാദരം സ്വാഗതമോദിടട്ടെ. വാനവഗായക വൃന്ദം നിനക്കായി സാദരം സ്വാഗതമോദിടട്ടെ. സ്വർഗസൗഭാഗ്യപ്പൊലിമയിൽ മേവും ആലാസറിനോടൊത്ത് വാഴ്ക നിത്യം. സ്വർഗസൗഭാഗ്യപ്പൊലിമയിൽ മേവും ആലാസറിനോടൊത്ത് വാഴ്കനെ. പറുദീസ തന്നിലേക്കാനയിച്ചിടുവാൻ ആഗതരാകട്ടെ മാലാഖമാർ. പറുദീസ തന്നിലേക്കാനയിച്ചിടുവാൻ ആഗതരാകട്ടെ മാലാഖമാർ. സാദരം സ്വാഗതമോതുവാനായി തവ വേദസാക്ഷികളണഞ്ഞിടട്ടെ. സാദരം സ്വാഗത. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങ് 3 ദിവസം കല്ലറയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളുടെയും ശബ്ദങ്ങൾ പവിത്രീകരിക്കുന്നുവല്ലോ. അങ്ങനെ പരിധിയുടെ ശരീരങ്ങളുടെ പ്രയാശ അവർക്ക് നൽകുന്നു. വീർപ്പും ജീവനുമായ അങ്ങ് ഈ ദാസനെ മഹത്വത്തോട് ഉയർത്തിക്കുന്നതുവരെ ഇയാളുടെ ശരീരങ്ങളുടെ വിശ്രമം പെരുമാറാകട്ടെ. അങ്ങനെ ദിവ്യദേശം പിതാവായ ദൈവത്തിന് തിരുമുഖം ദർശിക്കുവാൻ ഇയാളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നിങ്ങളുടെ ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ സഹോദരനെ സന്ദർശിക്കാനായ ദൈവം ഈ ജീവിതത്തിൽ തൻ്റെ പക്കലേക്ക് വിളിക്കുവാൻ തീരുമാനമായി മണ്ണിൽ നിന്നും എടുത്ത ശരീരത്തെ നാം ഇപ്പോൾ മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നു. മരിച്ചവരുടെ ക്രിസ്തുനാഥനാദ്യമായി ഉയർത്തെഴുന്നേറ്റ് എളിയവരായ നമ്മുടെ ശരീരങ്ങൾ നിവർത്തിക്കുന്നു. തൻ്റെ തേജോമയമായ ശരീരത്തോട് അനുരൂപപ്പെട്ടുവെന്ന് നാം വിശ്വസിക്കുന്നു. കർത്താവിന്റെ തിരുക്കരങ്ങൾ ഈ സഹോദരനെ നമുക്ക് കേൾപ്പിക്കാം. ഇയാൾക്ക് അവിടെ നിത്യവിശ്രാന്തി നൽകുകയും അവസാന ദിവസം ഇയാളുടെ ശരീരത്തെ നിവർത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും നിത്യഗുണം പ്രാപിക്കുകയില്ല എന്നരുൾ ചെയ്ത കർത്താവായ യേശുവിനോട് ഈ സഹോദരന്റെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലാസറിന്റെ ശവകുഴിത്തേകൾ കണ്ണീർ പൊഴിച്ച കർത്താവേ, ദുഃഖാർത്ഥരായി ഞങ്ങളുടെ കണ്ണുനീർ കുടിച്ചു നീക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ കുറിച്ച കർത്താവേ, ഞങ്ങളുടെ ഈ സഹോദരന് നിത്യായുസ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പശ്ചാത്തപിച്ച കള്ളന് പ്രതീക്ഷ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഈ സഹോദരനെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ജ്ഞാനസ്നാന ജലം കൊണ്ട് കഴുകുകയും വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിക്കുകയും ചെയ്ത ഈ സഹോദരനെ വിശുദ്ധതയും തിരഞ്ഞെടുക്കപ്പെട്ടവരെയും ഗുണത്തിൽ ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരിശുദ്ധ രക്തവും നൽകി പരിപോഷിപ്പിച്ച ഇയാളെ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സഹോദരന്റെ വേർപാടിൽ ദുഃഖാർത്ഥരായി ഞങ്ങൾക്ക് വിശ്വാസമാശ്വാസം നൽകുകയും നിത്യജീവൻ പ്രത്യാശയുള്ളവാക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ക്രിസ്തുനാഥനെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവള്ളം നിറവേറ്റുന്നതിൽ സർവ്വതാ ജാഗ്രത കാണിച്ച് ഈ സഹോദരൻ ചെയ്തു പോയ എല്ലാ തെറ്റുകളും ദയാപൂർവ്വം ക്ഷമിക്കണമേ. സത്യവിശ്വാസം വഴി ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ഇയാളെ കാരുണ്യവാനായ മാലാഖമാരുടെ സമൂഹത്തിൽ ചേർത്തറിയണമേ. കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ.
കർത്താവെ ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. മനുഷ്യ നീ വെറും മണ്ണ്, മതിക്കല്ലേ നാളെ അടയണം കണ്ണ്. മനുഷ്യ നീ വെറും മണ്ണ്, മതിക്കല്ലേ നാളെ അടയണം കണ്ണ്. ആത്മാവിൻ കൂടെ നിൻ കർമ്മങ്ങൾ പോരും, ധാടിയും മോടിയും ഈ മണ്ണിൽ ചേരും. ആത്മാവിൻ കൂടെ നിൻ കർമ്മങ്ങൾ പോരും, ധാടിയും മോടിയും ഈ മണ്ണിൽ ചേരും. മനുഷ്യ നീ വെറും മണ്ണ്. ജനിച്ചു വീഴാ രണ്ടടി മണ്ണ്, ജഡം വെച്ചു മൂടാനാറടി മണ്ണ്. ജനിച്ചു വീഴാൻ രണ്ടടി മണ്ണ്, ജഡം വെച്ചു മൂടാനാറടി മണ്ണ്. ഇതിനിടെ എന്തിന് പടവെട്ടി പിടിക്കുന്നു? പാതാളം ഭൂഗോളം ചന്ദ്രഗോളം, പാതാളം ഭൂഗോളം ചന്ദ്രഗോളം. മനുഷ്യ നീ വെറും മണ്ണ്, മതിക്കല്ലേ നാളെ അടയണം കണ്ണ്. മനുഷ്യ നീ വെറും മണ്ണ്. ഇന്നു തുറക്കണം മനസ്സിൻ്റെ കണ്ണ്, അന്നു തുറക്കും നിനക്കായി വിണ്ണ്. ഇന്നു തുറക്കണം മനസ്സിൻ്റെ കണ്ണ്, അന്നു തുറക്കും നിനക്കായി വിണ്ണ്. വെടിയുക ഭോഗം, വരിക്കുക ത്യാഗം, ഞൊടിയുടെ ചാടും മടിയിലെ മരണം. ഞൊടിയുടെ ചാടും മടിയിലെ മരണം. മനുഷ്യ നീ വെറും മണ്ണ്, മതിക്കല്ലേ നാളെ അടയണം കണ്ണ്. ആത്മാവിൻ കൂടെ നിൻ കർമ്മങ്ങൾ പോരും, ധാടിയും മോടിയും ഈ മണ്ണിൽ ചേരും. ആത്മാവിൻ കൂടെ നിൻ കർമ്മങ്ങൾ പോരും, ധാടിയും മോടിയും ഈ മണ്ണിൽ ചേരും. മനുഷ്യ നീ വെറും മണ്ണ്, മതിക്കല്ലേ നാളെ അടയണം കണ്ണ്.
മനുഷ്യ നീ വെറും മണ്ണ്. മതിക്കല്ലേ നാളെ അടയണം കണ്ണ്. ആത്മാവിൻ കൂടെ നിൻ കർമ്മങ്ങൾ പോരും. ധാടിയും മോടിയും ഈ മണ്ണിൽ ചേരും. ആത്മാവിൻ കൂടെ നിൻ കർമ്മങ്ങൾ പോരും. ധാടിയും മോടിയും ഈ മണ്ണിൽ ചേരും. മനുഷ്യ നീ വെറും മണ്ണ്. ജനിച്ചു വീഴാ രണ്ടടി മണ്ണ്. ജഡം വെച്ചു മൂടാറടി മണ്ണ്. ജനിച്ചു വീഴാൻ രണ്ടടി മണ്ണ്. ജഡം വെച്ചു മൂടാറടി മണ്ണ്. ഇതിനിടെ എന്തിന് പടവെട്ടി പിടിക്കുന്നു? പാതാളം ഭൂഗോളം ചന്ദ്രഗോളം. പാതാളം ഭൂഗോളം ചന്ദ്രഗോളം. മനുഷ്യ നീ വെറും മണ്ണ്. മതിക്കല്ലേ നാളെ അടയണം കണ്ണ്. മനുഷ്യ നീ വെറും മണ്ണ്.